അപ്പോൾ 5 വർഷത്തേക്ക് ആണവ നിരായുധീകരണം മാത്രമല്ല ആണവ സമ്പുഷ്ടീകരണം തന്നെ വേണ്ട എന്ന് വെക്കാൻ ഇറാൻ തയ്യാറായിരുന്നു എന്ന് പറയുമ്പോൾ അത് 20 വർഷം വേണം. 5 വർഷം തന്നെ വലിയൊരു കാലാവധിയാണ്. ആണവ വിഷയത്തിൽ തട്ടിയാണ് ചർച്ചകൾ പൂർണ്ണമായി തകർന്നത് എന്നത് ഒരു കെട്ടുകഥയായി ഇപ്പോൾ തോന്നുന്നു. പന്ത് ഇറാൻ്റെ കോർട്ടിൽ അല്ല, പന്ത് ഇപ്പോൾ അമേരിക്കയുടെ കോർട്ടിലാണ്. അമേരിക്ക തന്നെയാണ് ആദ്യം മുതൽ കളിച്ചത്. അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കും. ട്രംപിൻ്റെ മാനസിക ആരോഗ്യം തീർച്ചയായും വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. അമേരിക്കയിൽ നിന്ന് തന്നെ ഒരു പോപ്പിനെ തൻ്റെ കാലത്തെടുത്തത് തനിക്കൊരു റൈവൽ എന്ന നിലയിലാണ് എന്നുവരെ പറഞ്ഞു വെക്കാൻ ട്രംപിൻ്റെ നാവ് പൊന്തി എന്ന് പറയുമ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. മോഹൻ വർഗീസ്, യുദ്ധത്തിൻ്റെ ഗതി മാറുന്നതിൻ്റെ സൂചനയാണ് ഉപരോധവും കൗണ്ടർ ഉപരോധവും എന്നൊക്കെ താങ്കൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചു. ഒപ്പം ഈ ഹോർമുസ് പിടിച്ചെടുക്കണമെന്ന് അമേരിക്ക കരുതുന്നതിൻ്റെ 2 കാരണങ്ങൾ എന്തൊക്കെയാണ്, അന്താരാഷ്ട്ര തലത്തിൽ ട്രംപ് കൂടുതൽ ഒറ്റപ്പെട്ടു എന്നീ കാര്യങ്ങളെല്ലാം താങ്കൾ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതാണ്. ഇനി ഈ ഇസ്ലാമാബാദിൽ ഇറാനുമായി US നടത്തിയ ചർച്ചകളിൽ വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പന്ത് ഇറാന്റെ കോർട്ടിലാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് പന്ത് ഇറാന്റെ കോർട്ടിലാകുന്നത്? ശരിക്കും ഇറാൻ ആയുധം വെച്ച് കീഴടങ്ങണം എന്നാണോ വാൻസ് ഉദ്ദേശിച്ചത്? JD വാൻസ് ആണല്ലോ ചർച്ചകൾ നയിച്ചത്. ഫോർ എ ചേഞ്ച് നേരത്തെ ജാരഡ് കുഷ്ണർ എന്ന ട്രംപിൻ്റെ മരുമകനും സ്റ്റീവ് വിറ്റ്കോഫ് എന്ന ട്രംപിൻ്റെ പശ്ചിമേഷ്യ സ്പെഷ്യൽ ഏജൻറ്റും ചേർന്നാണ് അമേരിക്കയ്ക്ക് വേണ്ടി ചർച്ച നടത്തിയിരുന്നത്. പൊതുവേ JD വാൻസിനെ കുറിച്ച് പൊതുവെ മിതവാദിയായ ഒരു ലീഡറായി, ലെവൽ ഹെഡഡ് ഒരു ലീഡറായി, നല്ല നെഗോഷിയേറ്ററായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ് JD വാൻസ്. അദ്ദേഹം പെട്ടെന്ന് ഈ സുഗമമായി മുന്നോട്ട് പോയിരുന്ന ആണവ ചർച്ച, ആണവ മാത്രമല്ല എല്ലാ വിഷയത്തിലുമുള്ള ചർച്ച, ഇസ്ലാമാബാദ് ടോക്സ് പെട്ടെന്ന് അലസി പിരിയുകയാണ്. 21 മണിക്കൂർ വരെ നടത്തിയ ചർച്ച പെട്ടെന്ന് 21ാം മണിക്കൂറിൽ JD വാൻസ് വെളിയിലിറങ്ങി വന്ന് പറയുകയാണ്, ഒരു സമ്മേളനത്തിൽ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറയുകയാണ്, ചർച്ചകൾ പരാജയപ്പെട്ടിരിക്കുന്നു, തങ്ങൾ നീങ്ങുന്നു. അതിനുശേഷം അമേരിക്കയിൽ ചെന്നതിന് ശേഷമാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്, പന്ത് ഇറാൻ്റെ കോർട്ടിലാണ്. ഇതിനെ 2 രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, JD വാൻസ് ഇസ്ലാമാബാദിൽ നിന്നും അമേരിക്കയിലേക്ക് തിരിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇറാന് ചില ഉറപ്പുകൾ കൊടുത്തിട്ടുണ്ട്, ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഓഫർ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എന്താണ് ആ ഓഫർ എന്ന് വ്യക്തമായി തെളിച്ചു പറഞ്ഞിട്ടുമില്ല. ഈ ഓഫറുകൾ സ്വീകരിച്ചുകൊണ്ട് ഇതൊരു അവസാന അവസരമായി കണ്ടുകൊണ്ട് തങ്ങൾ നൽകിയ ഓഫറുകൾ അത് ബെസ്റ്റ് പോസിബിൾ ഓഫേഴ്സാണ്. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഓഫർ ലഭിക്കാനില്ല. ഇനി എന്തായിരിക്കാം ആ ഓഫർ? ഇപ്പോൾ JD വാൻസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവനകൾ, പന്ത് ഇറാൻ്റെ കോർട്ടിലാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മളതിനെ വായിച്ചെടുക്കേണ്ടത്? ഒരുപക്ഷെ ഓഫർ എന്ന് പറയുന്നത് ഇറാൻ പൂർണ്ണമായി ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും മാറണം. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? 5 വർഷത്തേക്ക് ഇറാൻ ആണവ സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തിവെക്കാൻ തയ്യാറായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത് അമേരിക്കൻ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ, അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. പക്ഷേ അമേരിക്ക കടുംപിടുത്തം നടത്തി 20 വർഷത്തേക്ക് 20 ലോങ് ഇയേഴ്സ് ഒരു ആണവ സമ്പുഷ്ടീകരണവും നടത്തരുത് എന്ന് ഇറാൻ എഴുതി ഒപ്പിട്ട് നൽകണം. അതിന് ഇറാൻ സന്നദ്ധമായില്ല. അപ്പോൾ 5 വർഷത്തേക്ക് ആണവ നിരായുധീകരണം മാത്രമല്ല ആണവ സമ്പുഷ്ടീകരണം തന്നെ വേണ്ട എന്ന് വെക്കാൻ ഇറാൻ തയ്യാറായിരുന്നു എന്ന് പറയുമ്പോൾ അത് 20 വർഷം വേണം. 5 വർഷം തന്നെ വലിയൊരു കാലാവധിയാണ്. അതിനുശേഷം ലോകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും? ട്രംപ് ഈറ കഴിയും. അതുമാത്രമല്ല ലോകം പുതിയ എനർജി സോഴ്സിലേക്ക് നീങ്ങും. അതുകൊണ്ട് ഇറാൻ ഒരുപക്ഷെ ആവശ്യമില്ല, ഊർജ്ജ ഉത്പാദനത്തിന് വേണ്ടി ഒരു കാരണവശാലും ആണവ സാങ്കേതികവിദ്യ ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ ഹൈഡ്രോ കാർബൺ ആവശ്യത്തിനുണ്ടല്ലോ, ക്രൂഡ് ഓയിൽ ഉണ്ടല്ലോ, എണ്ണ ഉപയോഗിച്ച് തന്നെ തീർച്ചയായും തെർമൽ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സാധിക്കും, ഊർജ്ജമാണ് ആവശ്യമെങ്കിൽ. അപ്പോൾ ഈ ഒരു ബ്രീതിങ് സ്പേസ് പോലും നൽകാതെ പിടിവാശി കാണിച്ചത് എന്തിന്? അതെല്ലാം നിൽക്കട്ടെ. ഈ 28-ാം തീയതി മുമ്പ് തുടർന്നുകൊണ്ടിരുന്ന ചർച്ചയുണ്ടല്ലോ, ആണവ ചർച്ച 28-ാം തീയതി നാടകീയമായി ഫെബ്രുവരി 28-ന് യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഏകപക്ഷീയമായി അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നതിന് തൊട്ടു മുൻപ് ഇറാൻ ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസൽ നൽകിയിരുന്നല്ലോ. എന്താണ് അതിലെ ഉള്ളടക്കം? തങ്ങൾ സമ്പുഷ്ടീകരണം നിർത്തിവെക്കാൻ തയ്യാറാണ്, പല നിബന്ധനകളുമായി യോജിച്ചു പോകാൻ തയ്യാറാണ്, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറാണ്.
IAEAയുടെ ഇൻസ്പെക്ഷന് വേണ്ടി തങ്ങളുടെ ആണവ റിയാക്ടറുകൾ തുറന്നു കൊടുക്കാൻ തയ്യാറാണ്. അതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്? ഇതെല്ലാം തയ്യാറാകുമ്പോൾ ആണവ വിഷയത്തിൽ തട്ടിയാണ് ചർച്ചകൾ പൂർണ്ണമായി തകർന്നത് എന്നത് ഒരു കെട്ടുകഥയായി ഇപ്പോൾ തോന്നുന്നു. പക്ഷേ ആണവ വിഷയം ഇറാൻ ഇപ്പോഴും പറയുന്നു തങ്ങളൊരു പരമാധികാര രാജ്യമാണ്, തങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, തങ്ങൾ ഏത് രീതിയിൽ ആണവ സമ്പുഷ്ടീകരണം നടത്തണം എന്നത് തങ്ങളുടെ പരമാധികാരത്തിൽപ്പെടുന്ന കാര്യമാണ്. ആകെ തങ്ങൾക്ക് നൽകാനാകുന്ന ഉറപ്പ് ആണവായുധ നിർമ്മാണത്തിന് വേണ്ടി ആണവ സാങ്കേതികവിദ്യ ഉപയോഗിക്കില്ല, ആണവ പോർമുനകൾ തങ്ങൾക്കില്ല, തങ്ങളത് വികസിപ്പിക്കാൻ ശ്രമിക്കില്ല എന്നാണ് പറയുന്നത്. അത് സ്ഥിരീകരിക്കാൻ സാധിക്കുമല്ലോ. IAEAയുടെ ഇൻസ്പെക്ഷൻ നടത്താൻ സാധിക്കും. അതുമാത്രമല്ല, അമേരിക്ക ക്ലെയിം ചെയ്യുന്നത് ആണവ നിലയങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി തകർത്തു എന്നാണ് ഈ ജൂൺ 2025 തന്നെ ക്ലെയിം ചെയ്ത്. അതിനുശേഷം ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധത്തിൽ ഒരു 39 ദിവസത്തെ ആക്രമണത്തിൽ ആണവ നിലയങ്ങൾ സമ്പൂർണ്ണമായി തകർന്നു എന്നാണ് ഇസ്രയേലും അമേരിക്കയും ക്ലെയിം ചെയ്യുന്നത്. ഒരു വശത്ത് ഇങ്ങനെ ക്ലെയിം ചെയ്യുമ്പോൾ പിന്നീട് ആണവ വിഷയത്തിൽ തട്ടി ചർച്ച തകർന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചർച്ച തകരാൻ മറ്റു പല കാരണങ്ങളാണ് ഉള്ളത്. പന്ത് ഇറാൻ്റെ കോർട്ടിൽ അല്ല, പന്ത് ഇപ്പോൾ അമേരിക്കയുടെ കോർട്ടിലാണ്. അമേരിക്ക തന്നെയാണ് ആദ്യം മുതൽ കളിച്ചത്. അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കും. അമേരിക്കയ്ക്ക് ഈ ഇറാൻ്റെ ഈ 10 പ്രപ്പോസൽസ് എല്ലാം അംഗീകരിക്കാനാവില്ലല്ലോ. അത് ഒരു ചർച്ചയിലും ആരും പ്രതീക്ഷിക്കുന്നില്ല. ഒരു രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ പ്രപ്പോസൽസും അതുപോലെ മറുപക്ഷം അംഗീകരിക്കുമെന്ന് പറയാനാവില്ല. നഷ്ടപരിഹാരം ഒരു പക്ഷേ ഇറാൻ നൽകാനാവില്ല. പക്ഷേ ഇറാനെതിരെയുള്ള ഉപരോധം പിൻവലിക്കാൻ സാധിക്കും. ഇറാനെതിരെ കൂടുതൽ ആക്രമണം നടത്താതിരിക്കാൻ സാധിക്കും. അമേരിക്കൻ സേനാതാവളങ്ങളിൽ കൂടുതൽ സേനാവിന്യാസം ഇറാൻ അലോസരമാകുന്ന രീതിയിൽ ചെയ്യാതിരിക്കാൻ സാധിക്കും. ഇസ്രയേലിനെ കൊണ്ട് സംയമനം പാലിപ്പിക്കാൻ അമേരിക്കയ്ക്ക് ശ്രമിക്കാൻ സാധിക്കും. ഇതെല്ലാം സാധ്യതകളായിരിക്കെ ഇറാൻ്റെ കോർട്ടിലാണ് പന്ത് എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയുന്ന അമേരിക്കൻ തന്ത്രം മനസ്സിലാവുന്നില്ല. മറ്റൊരു കാര്യമുള്ളത്, കൊത്തി കൊത്തി മുറത്തേക്കേറി കുത്തിയല്ലോ എന്നൊക്കെ നമ്മുടെ നാട്ടിലൊരു പ്രയോഗമുണ്ടല്ലോ. ട്രംപ് ഇപ്പോൾ അതേപോലെ ആയിട്ടുണ്ടോ? കാരണം ഈ ലിയോ 14 മാർപ്പാപ്പയ്ക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയതിന് പിന്നാലെ സ്വയം യേശുവായി ചിത്രീകരിച്ച് തൻ്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. താങ്കളും കണ്ടു കാണും. രോഗശാന്തി നൽകുന്ന യേശുവായി സ്വയം ചിത്രീകരിക്കുന്ന ഒരു AI ചിത്രം. ഈ ചിത്രം പിന്നീട് അദ്ദേഹം പിൻവലിച്ചു. എങ്കിൽ കൂടി എന്താണ് ട്രംപ് ഇങ്ങനെ മാർപ്പാപ്പയെ പോലും വെറുതെ വിടാത്തത്? ട്രംപിൻ്റെ മാനസിക ആരോഗ്യം തീർച്ചയായും വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. സാധാരണ ഒരു വ്യക്തിക്ക്, സാധാരണക്കാരൻ ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യം അവതാളത്തിലായാൽ സ്വന്തം കുടുംബത്തിനോ ഇമ്മീഡിയറ്റ് ചുറ്റുപാടിനോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ചുറ്റുമുള്ള സഹപ്രവർത്തകർക്കോ ആണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പക്ഷേ ട്രംപ് സാധാരണ ഒരാളല്ല, വെറുമൊരു പ്രസിഡൻ്റ് അല്ല, ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ ഡിഫാക്റ്റോ നേതാവാണ്. ആണവ പോർമുനകൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കാനുള്ള ബട്ടൺ പ്രസ് ചെയ്യാൻ അവകാശമുള്ള ആളാണ്. ലോകത്ത് നിലവിൽ ഏറ്റവും ശക്തനായ ആളാണ്. അതെല്ലാം തന്നെ രാഷ്ട്രീയ ശക്തി, സൈനിക ശക്തി, സാമ്പത്തിക ശക്തി എന്ന രീതിയിൽ പെടുത്താം. പക്ഷേ അതിശക്തനായ മറ്റൊരാളുണ്ട്. അതൊരു പ്രേരണാശക്തിയാണ്. സാമ്പത്തിക ശക്തിയല്ല, രാഷ്ട്രീയ ശക്തിയല്ല, മറിച്ച് ഇച്ഛാശക്തിയുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് പോപ്പ് ലിയോ 14. അമേരിക്കക്കാരനായിരുന്നു. കത്തോലിക്കനായ അമേരിക്കക്കാരനായ ഒരാൾ പോപ്പായി വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. മുൻകാലങ്ങളിൽ ആദ്യകാലത്ത് പോപ്പായി വന്നിരുന്നത് വത്തിക്കാനിലുള്ളവരാണ്, അല്ലെങ്കിൽ റോമിൻ്റെ ചുറ്റുപാടുമുള്ളവരാണ്, അല്ലെങ്കിൽ പിന്നീട് ഇറ്റലിയിൽ നിന്നെങ്കിലും ആകണം എന്നായി. പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളിൽ പലരും, പോളണ്ടുകാരനായ ഒരാൾ വന്നു, ജർമ്മനിക്കാരനായ റാറ്റ്സിംഗർ വന്നു, പോളണ്ടുകാരനായ കരോൾ വട്സില വന്നു, അത് ജോൺ പോൾ രണ്ടാമൻ. അങ്ങനെ പല പോപ്പുമാരും യൂറോപ്പിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന് വന്നു. അർജൻറ്റീനയിൽ നിന്ന് വരെ വന്നു. അത് ലാറ്റിൻ അമേരിക്ക കത്തോലിക്ക ഭൂരിപക്ഷ രാജ്യമാണ്. അവിടെ നിന്ന് പോലും വന്നു. അപ്പോൾ യൂറോപ്പ് വിട്ടുപോയി വന്നു. അവസാനം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നും ഒരു പോപ്പ് വരികയാണ്. ആ പോപ്പ് സ്വാഭാവികമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരാളല്ല. പൊതുവേ പോപ്പ് ധാർമ്മികമായ കാര്യങ്ങൾ, ആധ്യാത്മികമായ കാര്യങ്ങൾ, കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വത്തിക്കാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രോട്ടോക്കോൾ അനുസരിച്ച് വത്തിക്കാൻ്റെ CEO അല്ലെങ്കിൽ മുഖ്യ നേതാവ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. വത്തിക്കാൻ എന്ന ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യത്തിൻ്റെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് പോപ്പ്. ആ പോപ്പ്
പലപ്പോഴും ലോകത്തൊരു ധാർമ്മികമായ നിലപാടെടുക്കും. ഇപ്പോൾ ദലൈലാമ എടുക്കുന്ന നിലപാട് ധാർമ്മികമായ നിലപാടാവും അല്ലേ? ഒരു ആധ്യാത്മിക തിബറ്റൻ ജനതയുടെ ആധ്യാത്മിക ആചാര്യൻ. ഇപ്പോൾ ചൈനയിലും ഇന്ത്യയിലും പല പ്രദേശങ്ങളിലുമായി ചെതറിക്കിടക്കുന്ന തിബറ്റൻ ജനതയുടെ ആധ്യാത്മിക നേതാവായി കരുതുന്നു. ചൈന അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ലായിരിക്കും, പക്ഷേ ദലൈലാമയുടെ വാക്കുകൾ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിനേക്കാൾ എത്രയോ കൂടുതലാണ് കത്തോലിക്ക സഭയുടെ ആഗോള സാന്നിധ്യം. ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് തന്നെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും കത്തോലിക്ക രാജ്യങ്ങളല്ലേ? ബ്രസീൽ, അർജന്റീന, ചിലി, പരാഗ്വേ, ഉറുഗ്വേ, പെറു, സെൻട്രൽ അമേരിക്കയിലെ രാജ്യങ്ങൾ, വെനിസുല മുതൽ പനമ, ഗ്വാട്ടിമാല, എൽ സാൽവഡോർ, ബെലീസ് അല്ലെ, മെക്സിക്കോ വരെയുള്ള രാജ്യങ്ങൾ കത്തോലിക്ക രാജ്യങ്ങളാണ്. അമേരിക്കയുടെ മൂക്കിന് മുൻപിലുള്ള എല്ലാ രാജ്യങ്ങളും, കരീബിയൻ രാജ്യങ്ങളും കത്തോലിക്ക രാജ്യങ്ങളുണ്ട്. അതുപോലെ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും കത്തോലിക്ക രാജ്യങ്ങളാണ്. എന്തിന്? ഫിലിപ്പീൻസിൽ പോലും കത്തോലിക്ക സാന്നിധ്യം വളരെയുണ്ട്. ഇന്ത്യയിൽ പോലും കത്തോലിക്ക സാന്നിധ്യം, ക്രൈസ്തവ സഭകളുടെ പകുതിയോളം കത്തോലിക്ക വിശ്വാസികളാണ്. അതുകൊണ്ട് കത്തോലിക്ക വിശ്വാസികളുടെ പരമോന്നത നേതാവ് ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട്, ക്രിസ്തുവിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, യുദ്ധം ഒന്നിനും പരിഹാരമല്ല. അത് സ്വാഭാവികമായ റിയാക്ഷനാണ്. അത് മുസ്ലിം അനുകൂലമെന്നോ ട്രംപ് വിരുദ്ധമെന്നോ അമേരിക്കൻ വിരുദ്ധമെന്നോ വ്യാഖ്യാനിക്കാനാവില്ല. പക്ഷേ അമേരിക്ക ഒരു പടി കടന്നിരിക്കുന്നു. ട്രംപ് സംയമനം പാലിക്കണം എന്ന് പറയാൻ, സ്നേഹപൂർവ്വം പറയാൻ, ഒരു പരിധിവരെ ഒരു ശാസനാസ്വരത്തിൽ പറയാൻ, ഒരു പരിധിവരെ തിരുത്തൽ സ്വരത്തിൽ പറയാൻ, പ്രവാചക ദൗത്യത്തോടെ പറയാൻ ഒരു രാഷ്ട്രത്തലവനെന്ന നിലയിലും അല്ല എങ്കിൽ ഒരു സഭയുടെ, സമുദായത്തിൻ്റെ, വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു എല്ലാം എന്ന നിലയിലും പോപ്പിന് അവകാശമുണ്ട്. പക്ഷേ അതിനോട് മുൻകാലങ്ങളിൽ പലപ്പോഴും പോപ്പമാർ നടത്തിയ ചില പരാമർശങ്ങളോട് ഇഷ്ടമില്ല എങ്കിൽ പോലും രാഷ്ട്രീയ നേതൃത്വം, ഹിറ്റ്ലറും മുസോളിനിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഏകാധിപതികളാണ്, അവരുൾപ്പെടെ പലപ്പോഴും സംയമനം പാലിച്ചിരുന്നു. പോപ്പിനെതിരെ വ്യക്തിപരമായോ അല്ലെങ്കിൽ അല്ലാതെയോ ഉള്ള വിമർശനങ്ങളിൽ നിന്നും ബുദ്ധിപൂർവം ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ട്രംപ് ആ ഒരു ലക്ഷ്മണ രേഖ അതിലംഘിച്ചു. പോപ്പ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു, തൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു. പോപ്പ് രാഷ്ട്രീയം കളിക്കുകയാണ്, കഠിനമായി പോപ്പിനെ വിമർശിക്കുകയാണ്. അമേരിക്കൻ പൗരനാണ്. അപ്പം പോപ്പായ ലിയോ 14 ജനം തിരഞ്ഞെടുത്ത്, കത്തോലിക്ക സഭ തിരഞ്ഞെടുത്തത് തന്നെ നിയന്ത്രിക്കാനാണ്, തനിക്കൊരു മറുപടി പറയാനാണ്. അമേരിക്കയിൽ നിന്ന് തന്നെ പോപ്പിനെ എവിടെ നിന്നെല്ലാം എടുക്കാമായിരുന്നു. അമേരിക്കയിൽ നിന്ന് തന്നെ ഒരു പോപ്പിനെ തൻ്റെ കാലത്ത് എടുത്തത് തനിക്കൊരു റൈവൽ എന്ന നിലയിലാണ് എന്നുവരെ പറഞ്ഞു വെക്കാൻ ട്രംപിൻ്റെ നാവ് പൊന്തി എന്ന് പറയുമ്പോൾ എന്താവും ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു മാനസികാവസ്ഥ എന്നുകൂടി പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ വാക്ധോരണി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഒരിക്കലും ചെയ്യരുതാത്ത ഒരു കാര്യം ചെയ്തു. മരണാനസ്ഥനായി കിടക്കുന്ന ഒരു രോഗിയുടെ മേൽ സൗഖ്യദായകനായി ക്രിസ്തുവിൻ്റെ രൂപത്തിൽ ഡൊണാൾഡ് ട്രംപ് വരികയാണ്. ക്രിസ്തുവിൻ്റെ ഉടയാടകൾ, അങ്ങനെ മൈക്കൽ ആഞ്ചലോ, ലിയോണാർഡോ ഡാവിഞ്ചി ഒക്കെ വരച്ച ചിത്രങ്ങൾ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ, യേശു ക്രിസ്തുവിനോട് സാമ്യപ്പെടുത്താവുന്ന രീതിയിൽ ട്രംപിൻ്റെ മുഖത്തോടു കൂടി ഒരു ക്രിസ്തു വരികയാണ്. എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? അതോടൊപ്പം തന്നെ ആകാശത്ത് ചീറിപ്പായുന്ന മിസൈലുകൾ, വിമാനങ്ങൾ എന്ന് വേണ്ട ഒരു ഭടൻ, ഒരു സായുധ പോരാളി, ഒരു നേഴ്സ്, എന്ത് സന്ദേശമാണ് ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് കൊടുക്കുന്നത്? ട്രംപ് പറയുന്നത് താനാണ് യുദ്ധത്തിലൂടെ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, യുദ്ധത്തിലൂടെ ഹോർമോസ് തുറക്കാൻ ശ്രമിക്കുന്നത്, യുദ്ധത്തിലൂടെ ഇറാൻ്റെ ആണവ കേപ്പബിലിറ്റിയെ തകർക്കാൻ ശ്രമിക്കുന്നത് താൻ തന്നെയാണ്, നിങ്ങൾക്കൊക്കെ വെറുതെ വാചകമടിച്ച് പോയാൽ മതി എന്ന നിലപാടാണ് ട്രംപിൻ്റേത്. പക്ഷേ പിന്നീട് ആ ട്രൂത്ത് സോഷ്യലിലെ ആ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു. ട്രംപ് ഖേദപ്രകടനവും നടത്തിയിട്ടില്ല. പക്ഷേ വാവിട്ട വാക്കും കൈവിട്ട കല്ലും ഒരുപോലെയാണെന്ന് പറയുന്നത് പോലെയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രസ്താവനകൾ. അമേരിക്കയിലെ തന്നെ ക്രൈസ്തവ ലോകം, പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹം എങ്ങനെയാണ് എടുക്കുന്നത്? ആഗോള കത്തോലിക്ക സമൂഹം എങ്ങനെയാണ് എടുക്കുന്നത്? കത്തോലിക്ക രാജ്യങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങൾ, ഫ്രാൻസും സ്പെയിനും പോർച്ചുഗലും ഇറ്റലിയും പോലെയുള്ള കത്തോലിക്ക ഭൂരിപക്ഷ രാജ്യങ്ങൾ എന്ത് നിലപാടാണ് ഇതിനോട് എടുക്കുക? വളരെ സങ്കീർണമായ ഒരു അവസ്ഥാവിശേഷമാണ്. അമേരിക്കയുടെ വലിയ സുഹൃത്തുക്കളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. അവർക്ക് പോലും അംഗീകരിക്കാനാവാത്ത രീതിയിൽ ട്രംപ് ഏകപക്ഷീയമായ പ്രസ്താവനകൾ നടത്തി എല്ലാവരെയും ഉറപ്പിച്ചുകൊണ്ട് കത്തോലിക്ക സമൂഹത്തെയും പോപ്പിനെയും ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഒരു പരിധിവരെ തടയാൻ അമേരിക്കൻ വ്യവസ്ഥയ്ക്ക് കഴിയേണ്ടതാണ്. അത് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.